6 വർഷത്തെ കാത്തിരിപ്പിനുശേഷം ഇന്ത്യൻ തീർത്ഥാടകർ മാനസരോവറിലും കൈലാസത്തിലുമെത്തി. 36 അംഗ സംഘമാണ് തീർത്ഥാടനത്തിനെത്തിയത്. പുണ്യസ്ഥലങ്ങളിലൊന്നാണ് കൈലാസം. മഹാദേവന്റെ വാസസ്ഥലമെന്ന് കരുതുന്ന ഇടമാണിത്. കോവിഡ് മഹാമാരി, നിയന്ത്രണരേഖയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ 6 വർഷമായി തീർത്ഥാടനം മുടങ്ങിക്കിടക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം കസാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തടസ്സങ്ങൾ നീങ്ങിയത്. ആദ്യ ബാച്ചിൽ 18 മുതൽ 69 വയസ്സുവരെയുള്ളവർ ഉണ്ടായിരുന്നുവെന്ന് സംഘാടകർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഓരോ ഗ്രൂപ്പിലും ഒരു ഡോക്ടർ ഉൾപ്പെടുന്നു. വിദേശകാര്യ മന്ത്രാലയമാണ് യാത്രയുടെ നോഡൽ ഏജൻസി. തീർത്ഥാടകർക്ക് പരിചിതമായ ഭക്ഷണങ്ങൾ ഉറപ്പാക്കുന്നതിന്, ഇന്ത്യൻ പാചകക്കാരെ വിനിയോഗിക്കുന്നതിന് വിദേശകാര്യ മന്ത്രാലയം ചൈനീസ് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. യാത്ര പുനരാരംഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് തീർത്ഥാടക സംഘത്തിന്റെ കോർഡിനേറ്റർ ശൈലേന്ദ്ര ശർമ്മ പറഞ്ഞു. ഇന്ത്യൻ സർക്കാർ തങ്ങളെ വളരെ നന്നായി പരിഗണിച്ചെന്നും ചൈനീസ് സർക്കാർ നന്നായി സ്വീകരിച്ചെന്നും തീർത്ഥാടക സംഘാംഗമായ സുമൻ ലത മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 750 പേരെയാണ് തീർത്ഥാടനത്തിന് തിരഞ്ഞെടുത്തത്. ഇതിൽ 36 പേരാണ് ആദ്യ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. സിക്കിമിലെ നാഥുല ചുരം, ലിബുലേഖ് ചുരം എന്നിവ കടന്നാണ് തീർത്ഥാടകരെത്തിയത്. ജൂലൈ 2 തിരിച്ചുവരും. യാത്രയ്ക്ക് മുന്നോടിയായി സജ്ജമാക്കേണ്ട സൗകര്യങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ സമഗ്രമായൊരു സർവേ നടത്തിയിരുന്നതായി പ്രാദേശിക അധികൃതർ വ്യക്തമാക്കി.